ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികള് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരുന്നപ്പോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന മതസംഘടനകളുണ്ട്. ഞാനും മതസംഘടനകളിൽ വിശ്വസിക്കുന്നവരാണ്, നിങ്ങളും അതിൽ വിശ്വസിക്കുന്നവരാണ്. മുസ്ലിം ലീഗിന്റെ മഹാഭൂരിപക്ഷം അണികളും സമസ്തക്കാരാണ്. അത് തിരിച്ചും അങ്ങനെയാണ്. പക്ഷേ ആ സമസ്തയുടെ നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് മഹാനായ പാണക്കാട്ട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വരെ ചരിത്രത്തിൽ ഭേദമില്ലാത്ത വിധം അപഹസിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ അപഹസിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടു. എന്താണ് അതിന് കാരണം? ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലീഗ് ഇവർക്ക് എതിരെ പ്രോത്സാഹനം നടത്തി എന്നാ പറയുന്നത്. എന്താണ് ലീഗ് പറയുന്നത്? ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചില ആളുകളുടെ ഈഗോയുടെ പേരിൽ സമസ്ത പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് ലീഗിനെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന് നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് സൗകര്യമില്ല. നിങ്ങൾ നാലാള് പറയുന്നതല്ല സമസ്ത ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ ഹൃദയത്തിന്റെ വികാരമാണ് സമസ്ത. നിങ്ങൾ ഇന്നലെ കയറി വന്നവര് ഇന്നലത്തെ മിനിറ്റ്സ് ബുക്ക് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളുടെ പേരതിൽ കാണും. ഞങ്ങളുടെ കാരണവന്മാരുടെ പേരുണ്ട്. അതിന് പിന്നിലെ മിനിറ്റ്സ് ബുക്ക് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങളൊരു ശതകളെയും അതിൽ കാണില്ല. ഞങ്ങളുടെ കാരണവന്മാരുടെ പേര് അതിലുള്ളത്. ഞങ്ങൾ പടുത്തുയർത്തിയതാ സമസ്ത, ഞങ്ങളുടേതാണ് സമസ്ത. നിങ്ങൾ നാലാള് വന്നിട്ട് നിങ്ങളുടേതാണ് സമസ്തയും സുപ്രഭാതവും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ വികാരമാണ് സമസ്ത. ജിഫ്രി മുത്തുക്കോയ തങ്ങള് ഞങ്ങളുടെ ഹൃദയത്തിലാണ്. അതുപോലെയാണ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാണിക്യ കൊട്ടാരത്തിലാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുള്ളത്. ആ മനുഷ്യനെ ഈ കയറ്റി കെട്ടിയാൽ നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങളോട് പോരടിച്ചുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ഞങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ഞങ്ങളെ 1000 തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചു കളയുമെന്ന് പറഞ്ഞാലും ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകം തുറന്നു വെച്ചോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം ലയിച്ച 2 ലക്ഷം വോട്ടിനല്ല ജയിച്ചത്, 3 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. ഞങ്ങൾ അബ്ദുൽ സമദ് സമദാനി 1.25 ലക്ഷം വോട്ടിനല്ല ജയിച്ചത്, 2.5 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നാളൂച്ചാളികൾ തിരിഞ്ഞുകൊത്തിയാൽ ലീഗിനും UDF-നും ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ഞങ്ങൾ 70 വർഷക്കാലം ഈ രാജ്യത്ത് ജീവിച്ചത് ഞങ്ങളുടെ ജനാധിപത്യ ബോധം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് മുമ്പിൽ തുറന്നു കാട്ടിക്കൊണ്ടാണ്. കപടതകളില്ലാതെയാണ്. ഒരു ഈഗോയുടെ പേരിലും ഏതെങ്കിലും മണ്ണ് മാഫിയക്ക് വേണ്ടി ഏതെങ്കിലും പണ്ഡിതന്നവന്റെ നിലപാടുകൾ പണയം വെച്ചു പറഞ്ഞാൽ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കാൻ തയ്യാറല്ല. കാരണം സമസ്ത കാലിമീങ്ങളുടെ ഒരു പാരമ്പര്യമുണ്ട്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിന്റെ സമസ്തയാണ് ഞങ്ങള്. ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ സമസ്തയാണ് ഞങ്ങളുടേത്. ഈ കാണുന്ന മദ്രസകളും പള്ളികളും മഹാനായ ബാബുക്ക് തങ്ങൾ പടുത്തുയർത്തിയതാ. ആ ബാബുക്ക് തങ്ങൾ ഉയർത്തി വെച്ച പച്ചക്കൊടിയ ഞങ്ങൾ പിടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ബാബുക്ക് തങ്ങൾ കൊളുത്തി വെച്ച പച്ചക്കൊടിയ ഞങ്ങളുടെ കയ്യിലുള്ളത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ദുആ ചെയ്ത കൊടിയ ഞങ്ങളുടെ കയ്യിലുള്ളത്. മുസ്ലിം ലീഗിന്റെ വേദിയിൽ വന്ന് ദുആ ചെയ്തു പോയ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ പിന്മുറക്കാരാ ഞങ്ങളെ അങ്ങ് തോൽപ്പിച്ചു കളയുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ തോറ്റുപോകുമെന്ന് കരുതി ഞങ്ങളുടെ നട്ടല് പണയം വെച്ച് നിങ്ങൾക്ക് മുമ്പിൽ വളഞ്ഞു നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ സുപ്രഭാതത്തിലൂടെ ഒരു പരസ്യം കൊടുത്താൽ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഞങ്ങൾ അങ്ങോഴേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതിയാൽ അത് നടക്കില്ല കേട്ടോ. സുപ്രഭാതത്തിന് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. അത് ഞങ്ങളുടേത് കൂടിയാണ്. സുപ്രഭാതം നിങ്ങളുടേതല്ല, ഞങ്ങളുടേതാണ്. സമസ്തയിലെ 95% വരുന്ന ഞങ്ങളുടേതാണ്, 5% വരുന്ന നിങ്ങളുടേതല്ല. സമസ്തയും സുപ്രഭാതവുമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇടി മുഹമ്മദ് ബഷീർ സാഹിബിനും UDF-ന്റെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് 1000 ഹൃദയാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് UDF.